ജീവിച്ചു പോകുന്ന സാഹചര്യം വെച്ച് നോക്കിയാ അവള് വരാൻ ചിലപ്പോ നേരം വെളുത്തൂന്നിരിക്കും. ഏടത്തി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താ മോളെ ഇത്രയും വൈകിയേ? ഒരു ഓഫീസിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കി നടത്തിയിരുന്ന കാലത്ത് ഞാനും ഗൗതമും ഒക്കെ 5 മണിക്ക് മുൻപേ തിരികെ വീട്ടിലെത്തുമായിരുന്നു. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ടെൻഡർ നോക്കാൻ പോകുന്ന ഇവക്ക് പാതിരാത്രി വരെ എന്തായിരുന്നു ഏർപ്പാട്? അമ്മേ, എനിക്ക് ഈ ടെൻഡർ നടപടികളെ കുറിച്ചൊന്നും ഒരു പിടിയും ഇല്ലാത്തതല്ലേ. കുറച്ചധികം നേരം സ്റ്റാഫുകളോടൊപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാ സ്റ്റാഫുകളിൽ പലരും ഓഫീസിൽ നിന്ന് പോയത്. അത് കഴിഞ്ഞ് നീ അവിടെ തനിച്ചിരുന്നോ? ഇല്ല, ജോർജേട്ടന്റെ കൂടെ ഞാനും ഇറങ്ങി. പിന്നെ വക്കീലിനോട് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പെർമിഷനും എടുത്തു. ഞാൻ വക്കീലിനെയും കൂട്ടി ജയിലിൽ പോയി ഗൗതമിനെ കണ്ടമ്മേ. കൊട്ടേഷൻ തയ്യാറാക്കാൻ വേണ്ടി ഇന്ന് നടത്തിയ ചർച്ചയിൽ തോന്നിയ സംശയങ്ങളെല്ലാം സ്റ്റാഫുകളുമായി തുറന്ന് സംസാരിക്കാനാവില്ലല്ലോ. ആ സംശയങ്ങളൊക്കെ എനിക്ക് ഗൗതമിനോട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റി. അവൻ എന്തു പറഞ്ഞു? നിന്നെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടോ മോളെ അവന്? ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഗൗതം എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. കുറെ നിർദ്ദേശങ്ങൾ തന്നു, കുറച്ച് കാര്യങ്ങൾ തിരുത്തിയും തന്നു. രാത്രിയിൽ എത്ര നേരം ഇരുന്നിട്ടായാലും ഇന്ന് എനിക്ക് കാര്യം കംപ്ലീറ്റ് ചെയ്യണം. രാവിലെ 8 മണിക്ക് മെയിൻ സ്റ്റാഫുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അതെ, ഏട്ടത്തിയോട് നിനക്കിങ്ങനെ ഉടായ്പകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷേ അതെന്നോട് നടക്കില്ല. ഞാനിതൊക്കെ കുറെ കണ്ടതാ. നിങ്ങൾ കണ്ട അത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ തലയ്ക്കകത്ത് ഇടവും കുറവാണ്. ഒരു വഴക്കുണ്ടാക്കി ദുഷിച്ച ചിന്തകൾ തലയിൽ കയറ്റി വെക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. എന്നാ പോട്ടെ. അവൾ എന്ത് വന്ന് പറഞ്ഞാലും അതെല്ലാം തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിക്കൊള്ളണം. പ്രണവിനെയും ശിവാനിയും അവള് പുറത്താക്കി, ഗൗതമിനെ പിന്നെ അകത്തുമാക്കി, എന്നെ ചവിട്ടി ഒതുക്കി ഒരു മൂലയിലും ആക്കി. ഏട്ടത്തിയാണ് ഇനി ബാക്കി. അവൾ ഏട്ടത്തിക്ക് ഇനി ഒരു പോസ്റ്റ് തരും. അവൾ ഓഫീസിലേക്ക് പോകുമ്പോ ടിഫിൻ ഒരുക്കാനും തിരിച്ചു വരുമ്പോ ഡിന്നർ ഉണ്ടാക്കി വെക്കാനും ഒക്കെ ഒരു വേലക്കാരി. അടുക്കളയുടെ മൂലയിലേക്ക് ഒതുങ്ങാൻ ഏട്ടത്തി തയ്യാറെടുത്തോ? ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ചെയർമാൻ കസേരയിൽ കയറിയിരിക്കുന്ന നിനക്ക് എന്റെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നതില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചോദിച്ചത് കേട്ടില്ലടി. നിനക്കിത് കഴുകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്? ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ചെയർമാൻ കസേര എനിക്ക് ഇഷ്ടമാണ്. ആ കസേരയോടുള്ള ഇഷ്ടം അതിലിരിക്കുന്നത് എന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം, ആ ചെയർമാന്റെ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ കസേരയിൽ ഇരിക്കുന്ന ചെയർമാന്റെ വീട്ടിലെ അടുക്കളപ്പണിയാണ്. ഇനി നിങ്ങളുടെ പാത്രമൊന്നല്ല, ശുദ്ധി വരുത്തേണ്ട ഇടങ്ങൾ. അതിപ്പോ പാത്രമായാലും വീടായാലും മനസ്സായാലും അവിടെയെല്ലാം പരമാവധി ശുദ്ധി വരുത്താൻ ഞാൻ ശ്രമിക്കും. ചിലരുടെ മനസ്സ് ജന്മനാ ദുഷിച്ചതായിരിക്കും. അത് നന്നാക്കാൻ ശ്രമിച്ച് ഞാൻ സമയം പാഴാക്കാറുമില്ല. മാഡം പൊയ്ക്കോളൂ.
ഇതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം.